നമസ്കാരം. പെൻഷൻ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കുടുംബം 1600 രൂപ വാങ്ങുന്ന എല്ലാ കുടുംബത്തിലെ ഓരോ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് സർക്കാർ ഇതിനെ പരിശോധന വിധേയമാക്കുന്നത്, ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈകളിലേക്ക് നൽകുന്നവർക്ക് 1600 രൂപയാണ് ഇപ്പോൾ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. 5 മാസത്തെ കുടിശ്ശികയുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അടുത്തിടെയായി എല്ലാ മാസം കൊടുക്കുകയും 62 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട്. എന്നാൽ ഒരു മാസം നമുക്ക് വരുന്നത് 900 കോടി രൂപയാണ്. ഓരോ മാസവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പെൻഷന് വേണ്ടിയുള്ള ചെലവ് വരുന്നത്. മുമ്പുണ്ടായിരുന്ന പെൻഷൻ്റെ ആളുകളേക്കാൾ ഇരട്ടി ആളുകളാണ് ഇപ്പോൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് അർഹതപ്പെട്ടവർ ഇല്ലാത്തവർ വാങ്ങുന്നുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും പരാതി കെട്ടിക്കിടക്കുന്ന അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഇതിൻ്റെ പിന്നിലാണ് പരാതികൾ വന്നിട്ടുള്ള വീടുകളിൽ ആദ്യം ഘട്ടവും പിന്നീട് മാനദണ്ഡങ്ങളാണ് നോക്കുന്നത്. 2000-ന് മുകളിൽ സ്ക്വയർ ഫീറ്റുള്ള വീടുകൾക്ക് ഇനി പെൻഷൻ ഗുണഭോക്താവ് താമസിക്കുന്നു എങ്കിൽ അവർക്ക് ഇനി പെൻഷൻ ലഭിക്കത്തില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം തന്നെ വീട്ടിൽ AC കണക്ഷൻ എന്നിവ ഉണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ 4 വീലർ വാഹനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്കും തന്നെ ഈ പെൻഷൻ ഇതിന് അർഹതല്ല. വാഹനങ്ങളുടെ പരിശോധന എന്തായാലും നിർബന്ധമാക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പരാതി വന്നിട്ടുള്ള ആദ്യം ഇവരെ വീടുകളാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷമാണ് ഇതുപോലെ അടുത്ത 60 വയസ്സുള്ളവരെ വീടുകളും ഇതുപോലെ ചെക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. കൂടുതൽ വാർത്തകൾ നമ്മൾ